പിന്നെയും തെറ്റിക്കാണോ? എടി ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കളിക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവിടെ സെന്ററിൽ നിർത്തി കളിപ്പിക്കേണ്ടെന്ന്. ഇവിടെ സെന്ററിൽ നിന്ന് നമ്മളും കൂടി തെറ്റും. എല്ലാ റീൽസും നിങ്ങളല്ലേ സെന്ററിൽ നിന്ന് കളിക്കാറ്. ഈ ഒരു വട്ടം ഞാനും കളിക്കട്ടെ പ്ലീസ്. എനിക്കും വേണം ഒരുപാട് ഫോളോവേഴ്സ്. ഇനി ഞാൻ തെറ്റിക്കില്ല. എന്നാ വാ നമുക്ക് ഒന്നുകൂടി നോക്കാം. അല്ല, ആരെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിക്കുക. എന്നാ ശരി അമ്മേ, ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാം. അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. ചേച്ചി ഫ്രീ ആണോ? റീലൊന്ന് ഷൂട്ട് ചെയ്യാൻ സഹായിക്കോ? അതിനെന്താ, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാൽ നോക്കാം. താങ്ക് യു ചേച്ചി. എത്ര തവണയെ പറയുന്നു സ്റ്റെപ്പ് തെറ്റിക്കില്ലേന്ന്. പറ്റുന്നില്ലെങ്കിൽ മാറി നിൽക്ക്, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എടി നീ സൈഡിൽ നിൽക്ക്, ദൈവം സെന്ററിൽ നിൽക്കട്ടെ, അപ്പോ സ്റ്റെപ്പ് തെറ്റില്ല. എടി അല്ലെങ്കിൽ പിന്നെ നാളെ എടുക്കാം, മൂഡ് പോയി. എടി നിക്ക്, ഒരു പ്രാവശ്യം കൂടി കളിക്കാം. ഞാൻ ഇനി തെറ്റിക്കില്ല പ്ലീസ്. തനിയിരുന്ന് നോക്കിയാ മതി, ഞങ്ങ പോവാ. വാടി. ചേച്ചി സോറി കേട്ടോ. അത് കുഴപ്പമില്ല. എന്താ വിഷമമായോ? ഏയ് ഒട്ടുമില്ല. വലിയ ഡാൻസുകാർ വന്നിരിക്കുന്നു. തന്റെ പേരെന്താ? എലിസബത്ത്. ചേച്ചിയുടെയോ? തെരേസ. ചേച്ചിയുടെ ഇൻസ്റ്റ ഐഡി എന്താ? എനിക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ല. ശരിക്കുമില്ലേ? അതെന്താ? പ്രത്യേകിച്ചൊന്നുമില്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഒരു അക്കൗണ്ട് ഒക്കെ തുടങ്ങ്, കുറെ ഫോളോവേഴ്സ് ഉണ്ടാകും, കുറെ ഫ്രണ്ട്സിനെയും കിട്ടും. ഫുള്ള് വൈബ്. അതിന് ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടോ? നമുക്കറിയാവുന്ന ഒരുപാട് മഹാന്മാരില്ലേ, ഇവരെല്ലാം ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയിട്ടോ റീൽസ് ഇട്ടിട്ടോ അല്ലല്ലോ ഒരുപാട് ഫോളോവേഴ്സ് നേടിയത്. റിയൽ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കുക, അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ താനേ വന്നോളൂ. താൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? അങ്ങനെ വായിക്കാറൊന്നുമില്ല, എന്നാൽ ഇടയ്ക്ക്. തനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്. റീൽ എടുക്കാതെ ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ലാതെ ഒരുപാട് ഫോളോവേഴ്സ് നേടിയവരുടെ കഥയാ. ജാതിയും വിഭാഗീയതയും കത്തിനിന്നിരുന്ന കാലം, സ്വാതന്ത്ര്യം, സമത്വം, വിദ്യാഭ്യാസം എന്നതെല്ലാം ഒരു ചെറിയ വിഭാഗം മനുഷ്യർക്ക് അനുവദിച്ചിരുന്ന കാലം, കേരളത്തിലെ നവോത്ഥാന ശക്തികൾ രൂപം കൊണ്ടുവരുന്നതിന് സാഹചര്യം ഒരുങ്ങി വന്നിരുന്ന കാലം. ഈ കാലഘട്ടത്തിലാണ് ചാവറ പിതാവിന്റെ ജനനം. അവർണനും സവർണനും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ സംസ്കൃത വിദ്യാലയം, സ്ത്രീകൾക്കായി ആദ്യത്തെ ആശ്രമം, സ്വയം തൊഴിൽ പദ്ധതികളുമായി സ്ത്രീകൾക്കായി ബോർഡിംഗ് ഹൗസ്, അങ്ങനെ പുരോഗമനപരമായ പല സമ്പ്രദായങ്ങൾക്കും പിതാവ് തറക്കല്ലിട്ടു. പൂജ്യതാം രാജ്യം അശ്നുതാം യഥാ സ്യാത്തേ ഹിതം സ്വർഗേ തഥൈവ ഭവതാദ് ഭുവി. കുഞ്ഞുമക്കളെ, അറിവാണ് അടിമത്വത്തെ അറുത്തുമാറ്റാനുള്ള ആയുധം. നിങ്ങളെല്ലാവരും അറിവുള്ളവരാകണം. അറിവുള്ളിടത്ത് ഇരുളില്ല. പ്രിയോരച്ച ഇവർക്ക് രണ്ട് കൊടുക്കണം. ഇവന്മാര് പ്രിയോരച്ച വെച്ചുപിടിപ്പിച്ച പ്രിയോരുവാവിൽ കല്ല് തീർന്നു. ആണോടാ? ഇവന്മാര് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. രണ്ട് പൊട്ടിക്കണം. രണ്ടു പോരാ, അച്ഛൻ ചെല്ലി, ഞാൻ ഇവന്മാരെ നോക്കിക്കൊള്ളാം. ആ പിതാവേ, ഉച്ചക്കഞ്ഞിക്കുള്ള പിടിയരി ശേഖരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അച്ഛനത് ഊട്ടുപുരയിലെത്തിക്കുക. പേടിച്ചു പോയോ? പേടിക്കണ്ട. കുട്ടികളാവുമ്പോ മാവിന് കല്ലെറി, അത് പോട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലുണ്ടാകണം, കട്ട വസ്തു കത്തിപ്പോകും. ഇനി മുതൽ എന്നും നിങ്ങൾ പള്ളിക്കൂടത്തിൽ വരണം, മുടങ്ങരുത്. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. സ്വർഗസ്ഥതേ നാമ പൂജ്യതാം രാജ്യം അശ്നുതാം യഥാ സ്യാത്തേ ഹിതം സ്വർഗേ തഥൈവ. തമ്പ്ര, ഒരു നിമിഷം. തമ്പ്രാനോ ഞാനോ? വേലു, എനിക്കും നിനക്കും ഒരു തമ്പുരാനേ ഉള്ളൂ, പിതാവായ ദൈവം. വേലു,
വന്ന കാര്യം പറ. ഇനിയുള്ള ദിവസങ്ങളിൽ നീലിനെ പള്ളിക്കൂടത്തിൽ വിടുന്നില്ല. എന്റെ കുട്ടീനെ പഠിക്കാൻ വിട്ട ഇനി തൊട്ട് വേലക്ക് വരണ്ടെന്ന തമ്പ്രാൻ പറയണേ. എന്റെ കുട്ടി പട്ടിണിയാവും. ഇതു നല്ല കഥ. വേലു, വിശപ്പ് ശരീരത്തിന് മാത്രമല്ല ആത്മാവിനുമുണ്ട്. അറിവാണ് ആത്മാവിനുള്ള ഭക്ഷണം. അതും നീ നിന്റെ കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ ഇതിന്റെ പേരിൽ നീ പട്ടിണിയാവില്ല. നാളെ മുതൽ നീ ഇങ്ങ് പോരെ. ഞാൻ നിനക്ക് വേല തരാം. നന്ദി പിതാവേ. പിതാവ് ദൈവം തൊട്ട മനുഷ്യനാ, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ. ചേച്ചി തന്ന പുസ്തകത്തിൽ ഞാൻ കുറച്ചൊക്കെ വായിച്ചു. എന്തൊക്കെ കാര്യങ്ങളാ ചാവറച്ചൻ ചെയ്തിരിക്കുന്നേ. പക്ഷേ ഒരു സംശയം, ചാവറപിതാവിനെ പോലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാവർക്കും പറ്റുമോ? ചാവറപിതാവിനെ പോലെ ചെയ്യണ്ട. ഓരോരുത്തർക്കും ഓരോ കഴിവുകളല്ലേ, അതനുസരിച്ച് തന്നെ ചെയ്യുക. ഞാൻ വേറൊരാളുടെ കഥ പറയാം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാതെ മഠത്തിൻ്റെ പ്രാർത്ഥനാമുറിയിലിരുന്ന് ജപമാല ചൊല്ലി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച ഒരു കന്യാസ്ത്രീയുടെ കഥ. മാതാവേ, ഇന്ന് കണക്ക് പരീക്ഷയാണ്, ഒന്നും പഠിച്ചിട്ടില്ല, രക്ഷിക്കണേ. മാതാവേ, പരീക്ഷ എളുപ്പാക്കണേ. ഈശോയെ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. നന്നായി മടി പിടിച്ച് നടന്നു, കളിച്ചു നടന്നു. പഠിക്കാൻ പറഞ്ഞിട്ടും ഞാൻ പഠിച്ചില്ല. ഇനിയെങ്കിലും നന്നായി പഠിക്കാൻ എന്നെ സഹായിക്കണേ. മക്കളെ, പരീക്ഷയായില്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഇല്ലേ ഇന്ന് കണക്ക് പരീക്ഷയാണ്. നല്ല പേടിയുണ്ട്, തോൽക്കാവോ? അമ്മ പ്രാർത്ഥിക്കാം. നിങ്ങൾ സമാധാനായിട്ട് പോയി പരീക്ഷ എഴുത്. നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയം മുഴുവൻ അമ്മ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ മോളെ, പരീക്ഷയുടെ സമയമായി, സ്കൂളിൽ പോകുന്നില്ലേ മോളെ? കന്യാസ്ത്രീ അമ്മേ, എനിക്ക് പേടിയാവുന്നു. ഞാൻ കണക്കൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ മടി പിടിച്ച് കളിച്ചു നടന്നു. എനിക്ക് പരീക്ഷ എഴുതാൻ പേടിയാ അമ്മേ. മോളെ, ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് ചെല്ലും. മാതാവ് സഹായിക്കും, ഈശോ അനുഗ്രഹിക്കും. വിഷമിക്കേണ്ട. അമ്മ മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മാതാവേ, ഇപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയെ, പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കാവൽ മാലാഖമാരെ അവരെ കാക്കണേ. നന്ദി അമ്മേ, ഞങ്ങൾ ജയിക്കുന്ന തോന്നണേ. പരീക്ഷ കുറച്ചൊക്കെ എളുപ്പമായിരുന്നു. ചോദ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ സമാധാനമായിട്ട് എഴുതാൻ പറ്റി. മോളെ, ലില്ലി മോളെ, പരീക്ഷ എളുപ്പമായിരുന്നോ? അമ്മേ, കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് വന്നിരുന്നു. എനിക്ക് സമാധാനമായി. മടി സർവഗുണങ്ങളുടെയും മാതാവാണ്. മടി മാറ്റി ഉത്സാഹത്തോടെ പഠിക്കണം. മടിയന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. ഈ സിസ്റ്റർ കൊള്ളാലോ. ചേച്ചി, ഈ സിസ്റ്റർ ആരാ? എവിടുത്തുകാരിയാ? ഇവൾ വിശുദ്ധ എവ്പ്രാസ്യ, കർമ്മലിത സന്യാസി സമൂഹത്തിലെ ആദ്യ വിശുദ്ധ, പ്രാർത്ഥിക്കുന്ന അമ്മ, ചലിക്കുന്ന സക്രാരി, ജപമാല പരീക്ഷിത എന്നീ പേരുകളിൽ ഇവൾ തിരുസഭയിൽ ആദരിക്കപ്പെടുന്നു. അവിഭക്ത തൃശൂർ രൂപതയിലെ കാട്ടൂർ പ്രദേശത്ത് എടത്തിരുത്തി ഇടവകയിലെ എലുവത്തിങ്കൽ ചേർപ്പുകാരൻ തറവാട്ടിലെ അന്തോണിയുടെയും കുഞ്ഞേറ്റിയുടെയും മകളായി 1977
ഒക്ടോബർ 17-ാം തീയതി ജനിച്ചു. എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന പള്ളിയിൽ മാമോദിസ സ്വീകരിച്ചു. ഒരു വിശുദ്ധ ജന്മം കൊണ്ട് വിശുദ്ധിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ച് ധീരോചിതമായി വെല്ലുവിളികളെ അതിജീവിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച വിശുദ്ധ യൂപ്രാസ്യ ഈ നാട്ടിൽ നിന്ന് ഉദിച്ചുയർന്ന കർമ്മല താരക, വിശുദ്ധിക്ക് വേണ്ടി ജീവിതത്തിൽ ഉയർന്ന നിലപാടുകളെടുത്ത ഈ വിശുദ്ധ ആധുനിക യുഗത്തിൽ പുതുതലമുറ നേരിടേണ്ടി വരുന്ന വിശുദ്ധിയുടെ വെല്ലുവിളികൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരമായും സഹായകയായും നിലകൊള്ളുന്നു. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാൽ രൂപം കൊണ്ട സന്യാസ സമൂഹത്തിലെ പ്രഥമ വിശുദ്ധയും സ്ഥാപക പിതാവിന് ഒപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവളുമായ വിശുദ്ധ യൂപ്രാസ്യ നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രചോദനവും പ്രതീക്ഷയും ആകട്ടെ. നക്ഷത്രങ്ങൾ കേരള സഭയുടെ ദീപങ്ങൾ, വിശുദ്ധ ചാവറ നിസ്തുലതാനം വിശുദ്ധയാകും ദേവുപ്രാസ്യ. ജയ ജയ വന്യ ചാവറതാനം, ജയ ജയ മാലിനി ദേവുപ്രാസ്യ. അമലോദ്ഭവയാം ജനനിത്യം അനിതര വത്സല സുതരൻ. ജയ ജയ കണ്ടില്ലേ, ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും വിശ്വസ്തയോടെ ഏറെ സ്നേഹത്തോടെ ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ജീവിക്കുന്നവരുടെ ലൈഫാണ് റിയൽ ലൈഫ്. അവരെ തേടി, അവരുടെ വഴികൾ തേടി കാലങ്ങൾക്കപ്പുറവും അനേകർ കടന്നു വരും. അവർക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകും. അവരുടെ ജീവിതവും എന്നും ഷെയർ ചെയ്യപ്പെടും. ചില ജീവിതങ്ങളെ കാലം മറവിയുടെ മാറാൽ അണയിക്കാതെ കാത്തുവയ്ക്കും. ആ ജീവിതങ്ങൾക്ക് എന്നും ആരെയും ആകർഷിക്കുന്ന സൗരഭ്യവും സൗന്ദര്യവും ഉണ്ടാകും. ആരെയും പ്രചോദിപ്പിക്കുന്ന പവിത്രതയും.